ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നടനും മോഡലുമായ ഷിയാസ് കരീമിന്റെ അവിഹിതത്തിന്റെ ചാറ്റ് വിവരങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ആ ചാറ്റ് വിവരങ്ങളൊക്കെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ തോന്നി. അപ്പോൾ ഇതിന്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയത് ഷിയാസ് കരീം പൂർണ്ണ തെറ്റുകാരനാണെന്നാണ്. കാരണം ആ വീഡിയോ ആ ചാറ്റിൽ കറക്റ്റായിട്ട് ഇൻസ്റ്റാഗ്രാം ചാറ്റ് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇവൻ ജിമ്മ് തുടങ്ങാൻ വേണ്ടിയിട്ട് പെരുമ്പാവൂർ ജിമ്മ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവൻ 10 ലക്ഷം രൂപ ക്യാഷായിട്ട് മതി എന്ന് പറയുന്ന ചാറ്റുണ്ട്. 10 ലക്ഷം ക്യാഷായിട്ട് മതി, അക്കൗണ്ട് ത്രൂ ചെയ്യേണ്ട, അത് ബുദ്ധിമുട്ടാവും, പണിയാവും. സൗദിയിൽ ഞാൻ വരുന്നുണ്ട്, ഉംറയ്ക്ക് വരുന്നുണ്ട്, അപ്പോൾ അവിടെ വെച്ച് നമുക്ക് കാണാം, ഇടിച്ച് നിന്റെ സാമാൻ അടിച്ചു പൊളിക്കും, അങ്ങനെയുള്ള കുറേ ചാറ്റുകൾ വന്നിട്ടുണ്ട്. എല്ലാ മീഡിയയിലും ഇത് അവൈലബിൾ ആണ്, എല്ലാ മീഡിയയിലും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷനിലാണ്. ഈ പെണ്ണുങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ അവൻ്റെ വെക്കുന്നുണ്ട്. ആ വെക്കുന്നതിനൊക്കെ അവൻ പറയുന്നുണ്ട്, അവൻ്റെ കല്യാണം കഴിക്കാൻ നോക്കുന്ന സമയത്തൊക്കെ അവൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഇതാക്കണ്ട, എന്നെ നിങ്ങൾ ഇക്കു എന്ന് വിളിക്കണ്ട, എന്നെ ഷിയു എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ നല്ല രീതിയിൽ ബന്ധമാണ്. അപ്പോൾ അതിന് ശേഷം തോന്നുന്നു, ഇത് വന്നതിന് ശേഷം ആണെന്ന് തോന്നുന്നു, ഇവൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ അവൻ പറയുന്നുണ്ട്, ആ പെണ്ണുങ്ങൾ അത് പെണ്ണുങ്ങളല്ല, എൻ്റെ ഉമ്മാൻ്റെ പ്രായമുണ്ട്, അല്ല കുട്ടിയല്ല, ഉമ്മാൻ്റെ പ്രായമുണ്ട്, 60 വയസ്സോളം ഉണ്ട് എന്ന് ഇവൻ എൻ്റെ കുടുംബത്തിൽ കുറേ സ്വർണം വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ മറ്റേ അവർക്കെതിരെ ഞാനൊരു കേസ് കൊടുത്തിരുന്നു. എന്തായാലും ഈ ചാറ്റ് വന്നതിന് ശേഷം നമ്മൾ മനസ്സിലാക്കുന്നത്, ഏതൊരു അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാം നീ തെറ്റുകാരനാണെന്ന്, നീ ആ പെണ്ണുങ്ങളിട്ട് വലിപ്പിച്ചാന്നുള്ളത് സിമ്പിളായിട്ട് ഏതൊരാൾക്കും അറിയാം. ജിമ്മ് തുടങ്ങാൻ പെരുമ്പാവൂർ വേണ്ടി ജിമ്മ് തുടങ്ങാൻ വേണ്ടി ഏകദേശം 60 ലക്ഷത്തോളം രൂപ, 60-65 ഈ പ്രവാസി ആയ ഈ യുവതിയല്ല ഈ പെണ്ണുങ്ങളോട് ഏകദേശം 50ഓളം വയസ്സ് ഉള്ള ഈ പെണ്ണുങ്ങളോട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഷിയാസിനെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ഈ കാര്യത്തിൽ. കാരണം ആ ഒരു ചാറ്റ് കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവൻ പൈസ വാങ്ങിയതാണ്. ഇവൻ ചോദിച്ചു, എന്റെ ബുദ്ധിമുട്ടുകൊണ്ട് ചോദിച്ച് വാങ്ങിയതായിരിക്കും, ഇവർ തമ്മിലൊരു ബന്ധം ഉണ്ടാവും. എന്തായാലും ഷിയാസ് ആ വീഡിയോ ഇട്ടതിന് ഇതായിട്ടാ പറയുന്നത്, ഞാൻ ബദലാ ഞാൻ പറയും. കാരണം ആ വീഡിയോയിൽ അവൻ ഇത്രയും മോശക്കാരിയാക്കി അവൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഷിയാസ് ശരിക്കും പൈസ വാങ്ങിയിട്ടുണ്ട്. അത് വീഡിയോ നമുക്ക് ചാറ്റിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പം പൈസ വാങ്ങിയിട്ട് അത് ഞാൻ വാങ്ങി എന്നുള്ളത് ന്യായീകരിക്കാതെ ആ പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞതിനാണ് ഞാൻ പറയുന്നത്. ഷിയാസിനെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഷിയാസിന് ഒരു കുടുംബമുണ്ട്, ഒരു കുട്ടിയുണ്ട്, ഭാര്യയുണ്ട്, ഉമ്മയുണ്ട്. അതേപോലെ തന്നെ അവനൊരു സെലിബ്രിറ്റി കൂടിയാണ്. അപ്പോൾ അവന്റെ എന്താ പറയാ, അവന്റെ മൊത്തത്തിൽ അവന്റെ ഫേസ് വാല്യൂ മാക്സിമം തകർക്കുന്ന രീതിയിലാണ് ഇപ്പം മീഡിയയിലുള്ളത്. അത് തെറ്റ് ചെയ്തവൻ വെള്ളം കുടിക്കണം, അതിനൊന്നും കുഴപ്പമില്ല. അതേപോലെ തന്നെ ഈ പെണ്ണുങ്ങളും ഇതിൽ ഭാഗവാക്കല്ലേ. ആ പെണ്ണുങ്ങളെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം, അതാണ് പറയുന്നത്. ഇവന്റേത് വെളിപ്പെടുത്തിയ പോലെ തന്നെ ഈ പൈസ 65 ലക്ഷം രൂപ എന്നാ പറയുന്നത്. 65 ലക്ഷം രൂപ ചുമ്മാ ഒന്നും ഒരാൾ പിടിച്ചു വാങ്ങി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇവര് തമ്മിലൊരു ബന്ധം ഉള്ളത് കൊണ്ടായിരിക്കും പൈസ വാങ്ങിയത്. ഷിയാസ് വലിപ്പിച്ചാണെങ്കിലും ഈ പെണ്ണുങ്ങൾ കൊടുത്തിട്ടല്ലേ. അപ്പോൾ ആ പെണ്ണുങ്ങളുടെ ഇതും കൂടെ എന്താണ്, ആ പെണ്ണുങ്ങൾ എന്തിനു വാങ്ങി, അല്ല എന്തിനു കൊടുത്തു, പെണ്ണുങ്ങളെല്ലാം ബന്ധം എന്താ. അപ്പോൾ പെണ്ണുങ്ങളുടെ പേരൂടെ എന്താക്കണം, വെളിപ്പെടുത്തണം, അത്രേ ഉള്ളൂ. ഒരാളിത് മാത്രം വെളിപ്പെടുത്താൻ പറ്റില്ല, പെണ്ണുങ്ങളുടെ പേരും ഐഡന്റിറ്റിയും ഒക്കെ വെളിപ്പെടുത്തണം. അപ്പോൾ ജെൻഡർ ഈക്വാലിറ്റി